ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിൻ്റെ വൈറൽ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്നും ഞാൻ വന്നിട്ടുള്ളത്. എന്തുകൊണ്ടെന്നറിയില്ല, റീൽസിൽ ഞാൻ ഇങ്ങനത്തെ വെറൈറ്റി ഫുഡ് ഇങ്ങനെ കാണുന്നുണ്ടോയെന്നറിയില്ല. ഇങ്ങനെ വൈറൽ റെസിപ്പീസ് കാണാനും ഇഷ്ടം, അതുപോലെ തന്നെ ഉണ്ടാക്കാനും കഴിക്കാനെല്ലാം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ കുറച്ച് കുഞ്ഞുള്ളി അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ പുളി അടിച്ചിട്ടുണ്ട്, പിന്നെ കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പുളി ഒന്ന് കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുതിരാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. കുഞ്ഞുള്ളി ഒന്ന് ചതച്ചെടുക്കണം. മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്നും ചതക്കരുത് കേട്ടോ. ഇതേപോലെയോ അല്ലെങ്കിൽ ചോപ്പറിലോ അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ ചതച്ചെടുക്കാം. നന്നായിട്ട് ചതഞ്ഞ് വരണം. നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് പിന്നെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ മുഴുവനായിട്ടും ചതച്ചതാണ്, കട്ട് ചെയ്യാണ്ട്. അതിനേക്കാളും നല്ലത് ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. പിന്നെ കൈവച്ചിട്ട് നന്നായിട്ട് ഞാനൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു 20 ചെറിയ ഉള്ളിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഫസ്റ്റ് ആക്കുമ്പം കുറച്ച് ആക്കി നോക്കുക, എന്നിട്ട് പിന്നെ ആക്കുമ്പോൾ കൂടുതലായിട്ട് ആക്കി നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചിലർക്ക് ഇത് പുളിയും എരിവൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പുളി എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി അതിലേക്ക് ഞാനിതാ ചെറുതായിട്ട് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഇനി കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതാ അതിലേക്ക് നല്ല കട്ടിയുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ചായിട്ട് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ പുളി കുറച്ച് കൂടുതലായിട്ട് വേണം. അപ്പോൾ വീണ്ടും ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സിലാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയില്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ. ഇതാ വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ആ ഒരു പുളിയും എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ, വേറെ കറിയൊന്നും വേണ്ട. ഇത് കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ കുറച്ചൊന്ന് ഈ ബൗളിലൊന്ന് ഇരുന്ന് അതിൻ്റെ പുളിയും പിന്നെ ആ എരിവെല്ലാം ഈ ഉള്ളിയിലേക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും. ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതാ ഈ ഒരു സ്പൂണ് നമ്മുടെ ഉള്ളിച്ചമ്മന്തി ഇതാ ഇങ്ങനെ വിളമ്പി നല്ല കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.